ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? മഴ കടിച്ച് പിടിച്ച് തണുപ്പൊക്കെ കൂടിയിരിക്കുന്ന സമയം. ആ ഒരു സമയത്തേക്ക് നമുക്ക് കഴിച്ചിരിക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ അത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടാണ്. എനിക്ക് കൂട്ടാൻ ഉണ്ടാക്കുന്നവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും, അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അറിയാത്തവർ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു ഉപകാരപ്രദമായിരിക്കുകയും ചെയ്യും. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് പൂള, ചേമ്പ്, ചേമ്പിൻ്റെ തണ്ട്, ചേമ്പുംതാള് എന്നൊക്കെ പറയും. ചേമ്പും തണ്ട്, അതേമാതിരി ചേമ്പിൻ്റെ വിത്ത്, ചേമ്പിൻ്റെ തള്ളി എടുത്തില്ല, തള്ളിയുണ്ട് വിത്തും ഉണ്ട് കേട്ടോ. തള്ളെന്ന് പറഞ്ഞാൽ വലിയത്, അതിനാണ് തള്ളാന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ വിത്തും ഉണ്ട്. പിന്നെ ഒരു കർമൂസ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ചെറുതാക്കി അരിയാം. കട്ടി കുറച്ച് വേവണം തന്നെ, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടണ്ടേ. അപ്പം അതിന് നന്നായിട്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്താൽ വൃത്തിയിൽ കഴുകുക, മിക്സ് ചെയ്ത് നല്ല എല്ലാം കൂടെ വൃത്തിയാക്കി കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം നമുക്ക് ചേമ്പ് ആദ്യം എന്ത് ചെയ്യുക, അടുപ്പത്ത് വെച്ച് വേവിക്കാം. 2-3 വട്ടം കഴുകണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. ചേമ്പാണ് ചൊറിച്ചിൽ നന്നായിട്ട് കഴുകുക. കഴുകി വൃത്തിയാക്കി വരാം. ഈ ചേമ്പ് അടുപ്പത്ത് വെച്ചാൽ നമ്മുടെ കൈയിൻ്റെ ചൊറിവ് മാറും എന്നാണ് പണ്ടത്തെ ഒരു പറയുക. അത് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കൈ ചൊറിച്ചിലൊക്കെ മാറുമെന്നാണ് പറയാറ്. അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്തിരി ഉപ്പ് ഇട്ടുകൊണ്ട് നന്നായിട്ടാണ് തിളപ്പിച്ചെടുക്കുക. ശകലം ഉപ്പ് മതി. ബാക്കി നമുക്ക് പുളയിലിടുന്നുണ്ട്. പുള വേവുന്ന സമയത്ത് ഈ വേവിക്കുന്ന സമയത്ത് നമുക്ക് ഇടാൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനോട് കുറച്ച് ഇടുള്ളൂ. കാരണം പുളയിൽ പിടിക്കില്ല. പിന്നെ പുള വെന്ത് വരുന്ന സമയത്ത് അതിനൊന്നാണ് ഇതിൽ കുറച്ച്, പിന്നെ അതിൽ. അപ്പോൾ അതിലേക്കുള്ള അരവാണത്. തേങ്ങയും പച്ചമുളകും നല്ല ജീരകം, ചെറുള്ളി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നന്നാക്കി ഒരു ചമ്മന്തി പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ആ ഒരു പച്ചമുളകും വലിയ ജീരകം കൂടി അരച്ചെടുക്കാം. കാരണം അത് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനം. പിന്നെ അതിന് ശേഷം നമുക്ക് തേങ്ങയും ചെറുള്ളി, വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി. നന്നായിട്ട് അരയുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം ഈ ചേമ്പ് നമ്മൾ അടുത്ത് ചേമ്പിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഒന്നുകൂടി വേവിക്കാം. വേവിച്ചതിന് ശേഷം പൂളയിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ചേമ്പിന് കുറച്ച് വേവ് അധികം ജാസ്തിയാണ്. അതാണ് മുന്നേ നമ്മൾ ചേമ്പ് വേവിക്കുന്നത്. പൂളയ്ക്ക് അത്ര വേവില്ല, ചേമ്പിൻ്റെ അത്ര തന്നെ വേവ് പൂളയ്ക്കില്ല. അതിനുകൊണ്ട് നമുക്ക് പൂള പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. പൂള വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് അതിലേക്ക് നമ്മുടെ എന്തൊഴിച്ചെടുക്കുക, നേരത്തെ അരച്ച് വെച്ചില്ലായിരുന്നു അരവ്, അത് അതിലേക്കാണ് ചേർത്ത് കൊടുത്തുകൊണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ചൂടോടുകൂടി തന്നെ ഒന്ന് വിളമ്പി നോക്കി കഴിച്ചു വയ്ക്കുകയാണ്. അതിനൊരു ടേസ്റ്റ് വേറെ തന്നെ. ഉണ്ടാക്കാത്തവരുണ്ടാവും, ഉണ്ടാക്കിയവരുണ്ടാവും. എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കുക. ഇല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.